അപ്പൊ തുടങ്ങാലേ. തുടങ്ങാനൊരു സമയം കിട്ടണ്ടേ. ആളുടെ മുന്നിൽ പോയിട്ട് ഈ മൊബൈൽ ഫോണിൽ റീൽസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവർ കൂക്കലും വിളിക്കലും മാർക്കലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് അതിൻ്റേതായ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വല്ല പരിപാടി. അപ്പോൾ പറയുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, മണ്ണാർക്കാട് ആശുപത്രിപ്പടി നെല്ലിപ്പുഴ ജംഗ്ഷൻ വരെ ട്രാഫിക്കിൻ്റെ ഈ റോഡിൽ വരച്ചിരുന്ന സൈൻ വരകളുണ്ടെങ്കിൽ അത് ശരിക്കും അതെ കോഴി മഞ്ഞത്തിറങ്ങിയ മാതിരി. ഞാനേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മണ്ണാർക്കാട് നഗരത്തിൽ വാഹനങ്ങളുടെ ഓരോ ദിവസം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോഡിലൂടെ അതുമാത്രമല്ല ഹോണടി. ഇപ്പോൾ മിനിഞ്ഞാന്ന് കൊച്ചിയിൽ എറണാകുളത്ത് നോ ഹോൺ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കൊച്ചി പോലീസും ട്രാഫിക് പോലീസും ഒക്കെ പാടെ കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടിന് വേണ്ടിയിട്ട് ഹോണടിക്കാത്ത ഒരു ദിവസം എന്നൊരു പദ്ധതി ഉണ്ടാക്കിക്കൂടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ ധൃതിയിൽ, കാരണം ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഹോണിൻ്റെ മുഴക്കങ്ങൾ കൂടുന്നത് ശരിക്കുള്ള ഡ്രൈവിംഗ് പരിഷ്കാരം ഇല്ലാണ്ടാണ്. നമ്മുടെ റോഡിൽ തോന്നിയ പോലെ എനിക്കിഷ്ടമുള്ള പോലെ സഞ്ചരിക്കാം എന്നുള്ളൊരു നിയമത്തിനെ പേടിയില്ലാത്ത നിയമത്തിനെ പേടിയല്ല, നിയമത്തിനെ പുച്ഛിച്ച് അറപ്പോട് കൂടിയാണ് ഇപ്പോൾ ഈ നിയമത്തിനെ ഇവർ കാണുന്നത് റോഡിലായാലും. കാരണം ലൈൻ ട്രാഫിക് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ഡ്രൈവർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലം തൊട്ടിട്ട് മണ്ണാർക്കാട് ആശുപത്രിപ്പടി നെല്ലിപ്പുഴ ജംഗ്ഷൻ വരെ ട്രാഫിക്കിൻ്റെ ഈ റോഡിൽ വരച്ചിരുന്ന സൈൻ വരകളുണ്ടല്ലോ, അത് ശരിക്കും കാണാനില്ല. അപ്പോൾ അതൊക്കെ അതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ടുള്ള പ്രശ്നം ട്രാഫിക്കിൻ്റെ ലൈന് അറിയാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടത്തെ പോലീസും ട്രാഫിക് പോലീസുകാരും കൂടിയിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നടക്കാനൊന്നുമില്ല, നടക്കും. നന്നായിട്ട് പരിശോധനയും കൂടി വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇതിന് മുന്നേ ആലോചിച്ചാണ്, ഇതിന് മുന്നേ പറയണമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ എങ്ങനെയായിരിക്കും എന്നുള്ള പ്രതികരണമാണ് നമുക്കറിയാത്തത്. അപ്പോൾ നമുക്കൊന്ന് പോയോക്കാം എന്തായാലും. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഞെട്ടരക്കടവാണ്. ഞെട്ടരക്കടവ് ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നിന്നും 3 സുഹൃത്തുക്കളെ കിട്ടി. അപ്പോൾ അതന്നെ എൻ്റെ ഈ സമയത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞെട്ടരക്കടവ് പറഞ്ഞത് നല്ലൊരു അടിപൊളി നല്ലൊരു സംഭവമുള്ള നാട് തന്നെയാണ്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോഡിലൂടെ ഭയങ്കര തിരക്കാണ്. തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിടുത്തമുള്ള തിരക്ക്, വൈകുന്നേരം രാവിലെയും പിന്നെ ഇടവിട്ട സമയങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാതും നമ്മളെ കൊണ്ട് എത്തില്ല. ഇത് എങ്ങനെ നോക്കിയാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് എത്താൻ സാധിക്കില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊക്കെയാണ് നമ്മളിൽപ്പെട്ട ചില ആൾക്കാർ ഈ സംഭവങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങണേ, മുന്നോട്ട് ഇറങ്ങണേ. ആ മുന്നോട്ട് ഇറങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കാനും കൂടി നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആളായിട്ട് മാറും.
അതേപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും വേണം. അതുകൂടി പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ബഹുമാനം സ്നേഹം ഒരു മണ്ണാങ്കട്ടി ഇല്ല, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ വാർത്തകളുടെ കാര്യം പിന്നെയും പറയാം. ആന കുത്തി ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ നിങ്ങളോട്, നിങ്ങൾ ഈ ഉത്സവത്തിന് പോകുമ്പോൾ, അതിപ്പോൾ ജാതി മതമൊന്നുമില്ല ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്സവം എന്ന് പറഞ്ഞത് നമ്മൾ ദേശത്തുള്ള നമ്മളെ ആ ഭാഗത്തുള്ള ആളുകളുമായിട്ട് കാണാനും ഘോഷയാത്ര, അതായത് ആ ദേശത്തുള്ള ആൾക്കാരുടെ അടുത്തുള്ള ഓരോ സംഭവങ്ങൾ കാണാനുമാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ കാഴ്ച കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ വിട്ട് നിന്നിട്ടാണ് കാണുക. അപ്പോൾ നിങ്ങൾ ആനയുടെ അടുത്ത് പോയിട്ട് ഒരിക്കലും മൊബൈൽ ഫോണിൽ, ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ഒരു അമ്പലത്തേക്ക് പോകണ്ടായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ പേടിയായി. ഇപ്പോൾ നമ്മൾ മരിക്കേണ്ട ആളായിരിക്കാം, എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒരു അകലം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിക്കുകളോട് കൂടി രക്ഷപ്പെടാം. അതായത് നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ 2-3 ഇന്ന് ആന പിന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് 4 ആൾക്കാർ മരിച്ചു. അതിന് മുന്നേ കുറേ ആൾക്കാർ മരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. 30ഓളം പേർക്ക് പരിക്കുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലും എന്തറിയോ, ഈ ആളുടെ മുന്നിൽ പോയിട്ട് ഈ മൊബൈൽ ഫോണിൽ റീൽസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ കൂക്കലും വിളിക്കലും മാർക്കലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് അതിൻ്റേതായ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയാണ്. ഏതിനും ഒരു പരിധി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ പ്രൈവസി നഷ്ടപ്പെടുമ്പോൾ ആനയായാലും ആളായാലും ചിതറി ഓടും. ഈ ചിതറി ഓടുമ്പോൾ നമുക്ക് ഭയം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി പണ്ടാരക്കെട്ട് കെട്ടിയിട്ട് അവിടെ ചാവേണ്ടി വരും. നിങ്ങൾക്ക് അനങ്ങാൻ പോലും കഴിയില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കേരളത്തിൽ മാത്രമുള്ള മാതിരി പരിപാടികളുണ്ട്. ഏത് ആനേനെ മാതിരി വെയിലത്ത്, ഞാൻ പൂരത്തിന് ആന വേണ്ടാന്ന് എൻ്റെ അഭിപ്രായമല്ല, ആന വേണം. ആന ഉണ്ടെങ്കിലാണ് ആന ചന്തത്തോടുള്ള പൂരം നമുക്ക് ചമയങ്ങളായിട്ട് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പിന്നെ സമാധി കൊണ്ടുപോകുന്ന ഭാര്യയെ ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആനയ്ക്ക് ഉള്ളത് ആനയ്ക്ക് തന്നെ കൊടുക്കണം. ആൾക്കാരിനെ സംരക്ഷിക്കേണ്ടത് ആ പൂര കമ്മിറ്റിയുടെയും ആ ദേവസ്വത്തിൻ്റെയും ഇല്ലെങ്കിൽ ആ ദേശത്തെ ആൾക്കാരുടെ സംഘടനയും കൂടിയാണ്. അല്ലാതെ വെറുതെ ഒരു പൂരണ്ടുണ്ടാക്കി 4 ചണ്ടക്കാരെയും വിളിച്ചിട്ട് പിന്നെ കോപ്രായം കാട്ടിയിട്ട് നടക്കല്ല ചെയ്യാം. അപ്പോൾ പറയേണ്ട രീതിയിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ചില ആൾക്കാർക്ക് മനസ്സിലാവും, മനസ്സിലാവാത്തവർ നമ്മുടെ ഭിത്തിയിൽ ഫോട്ടോ ആയിട്ടിരിക്കും. അതാണ് അവസാനം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പരമാവധി ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ വിട്ടുനിന്ന് കാഴ്ചകൾ കാണാം. ആ വിട്ടുനിന്ന് കാഴ്ചകൾ കാണുമ്പോഴാണ് അതിൻ്റേതായൊരു ഭംഗി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് പോയി നിന്നിട്ട്, പ്രത്യേകിച്ച് ഈ വന്യജീവിയിലൂടെ അടുത്ത് പോയി നിന്നിട്ട് അതിനെ പ്രകോപിപ്പിക്കുക, അതേപോലെ അതിനെ കളിയാക്കിയും കൊണ്ടുള്ള ഇതൊക്കെ ചെയ്യുക. അത് ഞാൻ ചെയ്താലും നിങ്ങൾ എന്നെ ചെയ്താലും എനിക്ക് ദേഷ്യം വരും. അതേപോലെ തന്നെയാണ് ജീവികളും. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വല്ല പരിപാടി ഉണ്ടാവും. അപ്പോൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മണ്ണാർക്കാട് നഗരത്തിൽ ഫോൺ അടി കുറച്ച് കൂടുതലാണ്. ഫോൺ അടിച്ചിട്ട് ഇങ്ങോട്ട് തൊയിലും കിടക്കുന്നതാണ്. ചില മണ്ടയുടെ കപ്പാസിറ്റി ചിലപ്പോൾ അടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഉൾനാട്ടിലൂടെ പോണ മാതിരിയല്ല നമ്മൾ നഗരത്തിലൂടെ വാഹനം കൊണ്ട് പോകുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സംയുക്തമായിട്ട് നമ്മുടെ മണ്ണാർക്കാട് പോലീസ്, ട്രാഫിക് പോലീസും കൂടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ഒരു ദിവസം ഹോൺ അടിക്കാതെ എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഒറ്റ എന്താ പറയുക കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, കൂടുതൽ ആൾക്കാരും സഹകരിക്കുന്നതാണ് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായം. കാരണം പിന്നെ ഡ്രൈവിംഗ് മെത്തേഡ് ആർക്കും അറിയില്ല. ട്രാഫിക്കിൻ്റെ ലൈൻ എന്താണെന്നറിയില്ല, ട്രാഫിക്കിൻ്റെ പരിഷ്കാരം എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞവർ വണ്ടി എടുക്കണോ പോകണോ, ഇവർക്ക് ഹെൽമെറ്റ് വേണമെന്നോ സീറ്റ് ബെൽറ്റ് വേണമെന്നോ അങ്ങനെ റോഡിൻ്റെ ഏത് സൈഡാണ് ഇവർക്ക് ഓടിക്കേണ്ടത് ഒന്നും അറിയില്ല. ഇതിൽ ആദ്യം പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ ഞാൻ പറയാം. കാരണം അവർക്ക് എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അവരാണ് ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ സ്കൂൾ എന്താ പറയുക RTO ഉദ്യോഗസ്ഥന്മാർ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ
ശരിക്കും പറഞ്ഞാൽ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത് MVD തന്നെയാണ്. അത് എന്നോടൊന്നല്ല. പിന്നെ ചില ആൾക്കാർ നമ്മുടെ ആ മാന്യതയെ പിന്നെ എന്താ മോശമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ പിന്നെ അറിഞ്ഞിട്ടും അറിയാതെയും പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇതിപ്പോൾ തെറ്റും ശരിയും പറയാം നമ്മളാരാന്നല്ല കേട്ടോ. നമ്മൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങളെ നന്നാക്കിയിട്ട് ആർക്കും ഒരു ഗുണമില്ല. അത് നിങ്ങളെപ്പോഴും ചിന്തിക്കണം. നിങ്ങൾ നന്നായാലാണ്, അല്ലെങ്കിൽ നമ്മൾ നന്നായാലാണ് ഈ മണ്ണാർക്കാട് നന്നാവുള്ളൂ. മണ്ണാർക്കാട് നന്നായാൽ ചിലപ്പോൾ പാലക്കാട് നന്നാവും, ഒറ്റപ്പാലം നന്നാവും, പട്ടാമ്പി, ചെർപ്പളശ്ശേരി ഒക്കെ നന്നാവും. അപ്പോൾ നന്നാവാനേ ആദ്യം ഞാൻ നന്നാവട്ടെ, എന്നിട്ടല്ലേ നിങ്ങളെ നന്നാക്കേണ്ട കാര്യം. പറയുമ്പോൾ ഒക്കെ പറയണം. അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒന്നോട്ട് മണ്ണാർക്കാട്ടേക്ക് ഒന്ന് പോയോ അല്ലേ? അതാണ് സംഭവം എന്ന് അറിയാമല്ലോ. അപ്പോൾ തുടങ്ങാലേ? തുടങ്ങാനൊരു സമയം കിട്ടണ്ടേ? അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പോൾ ഭയങ്കര ധൃതിയാണ്. ധൃതി പറഞ്ഞാലും പോരാ, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഇടതുവശത്തേക്ക് കയറുമ്പോഴേ ഇതേമാതിരി വേട്ടാവളിയന്മാർ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. കാരണം അവരെന്താ അറിയോ, ഒക്കെ വേറെ ലെവലിൽ പോകുന്ന ആൾക്കാരാവും. അപ്പം നമ്മൾ പോയിട്ട് വെറുതെ കച്ചറ ഉണ്ടാക്കണ്ട. കച്ചറൊക്കെ ഇങ്ങോട്ട് വന്നാൽ വിടുകയും ചെയ്യരുത്, അതും കൂടി പറയാം. ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ നിങ്ങൾ അങ്ങോട്ടും അതേമാതിരി ഡബിളായിട്ട് ചൊറിയണം. അങ്ങനെ നിങ്ങൾ ഒരാൾക്കും നിങ്ങൾ അടിമയാകാൻ നിൽക്കരുത്. അപ്പോൾ ഇപ്പോൾ പിന്നെ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. 6 മണിയായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണാർക്കാട് നഗരത്തിലെ ഓരോ ദിവസത്തെ അവസ്ഥകൾ. പിന്നെ നമ്മൾ മെല്ലെ പോയാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഈ ആൾക്കാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകണം സുഹൃത്തുക്കളെ. നിങ്ങൾ വലിയ ആഡംബര കാറിൽ പോയിട്ട് നിങ്ങൾ ആരെയും കാണിക്കാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. കാരണം ഈ റോഡിലൊക്കെ നമ്മൾ ചില ആൾക്കാരുണ്ട് വണ്ടി പിന്നെ നമ്മൾ അതായത് പിന്നെ ലോറിയല് അവരിങ്ങനെ തിരഞ്ഞു നടക്കും. മറ്റേ കോഴി മഞ്ഞത്തിറങ്ങിയ മാതിരി ഒരു ബോധം ഉണ്ടാവില്ല പറയില്ലേ. അപ്പോൾ നിങ്ങളുടേതായ ആ ക്ലാരിറ്റി നിങ്ങൾ മുന്നിൽ കൊണ്ട് നടക്കേണ്ട വേണം. ഇല്ലെങ്കിൽ ബാക്കിൽ വരുന്നവൻ്റെ അത് നിങ്ങൾ കേട്ടില്ലേ.